നമസ്കാരം. ബംഗാളിൽ CPM-നെ തിരിച്ചു കൊണ്ടുവരുവാൻ ഏറ്റവും അധികം പ്രയത്നിക്കുന്ന വ്യക്തി മീനാക്ഷി മുഖർജിയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇന്ന് മമത ബംഗാളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് CPM BJP പാർട്ടികളെയല്ല, മറിച്ച് മീനാക്ഷി എന്ന CPM-ന്റെ യുവനേതാവിനെ തന്നെയാണ്. അതിനുള്ള കാരണം മമതയും രാഷ്ട്രീയത്തിൽ തിളങ്ങിയത് ഒറ്റയ്ക്ക് നിന്ന് പയറ്റി തന്നെയാണ്. വർഷങ്ങളോളം പയറ്റിയെങ്കിലും നന്ദിഗ്രാം സിംഗൂർ പ്രശ്നങ്ങൾ വഴി മാത്രമാണ് മമതയ്ക്ക് കുതിച്ചുയരുവാൻ സാധിച്ചത്. എന്നാൽ CPM-ന്റെ യുവനേതാവായ മീനാക്ഷി മുഖർജി വളരെ ചെറിയ കാലയളവിലാണ് ജനങ്ങളുടെ പ്രിയപ്പെട്ടവളായും ക്യാപ്റ്റൻ എന്ന വിളിപ്പേരിന് അർഹയായതും. CPM-നോട് വിരോധമുള്ളവർ പോലും മീനാക്ഷിയുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ തടിച്ചുകൂടുന്നത് സാധാരണ കാഴ്ചയായി മാറിയിരിക്കുന്നു. CPM ഭരണത്തിൽ കത്തിനിന്ന സമയത്ത് നടത്തിയ സമ്മേളനത്തെക്കാൾ കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാൻ മീനാക്ഷിയുടെ ജനുവരി 7 ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന സമാപന സമ്മേളനത്തിലെ ജനലക്ഷങ്ങൾ ഒരു ഉദാഹരണമാണ്. CPM തിരിച്ചു വരുന്നതിന് ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാനുണ്ടായ സാഹചര്യവും ഈ സമ്മേളനത്തിലെ വിജയം തന്നെയാണ്. എന്നാൽ ഇന്നലെ വീണ്ടും മമതയെ ഞെട്ടിച്ചുകൊണ്ട് മീനാക്ഷി രംഗത്തെത്തിയിരിക്കുന്നു. മമതയുടെ അനന്തരവനും തൃണമൂലിൻ്റെ അടുത്ത അവകാശിയുമായ അഭിഷേക് ബാനർജി മത്സരിക്കുന്ന മണ്ഡലത്തിൽ മീനാക്ഷിയുടെ നേതൃത്വത്തിൽ നടന്ന CPM-ന്റെ പ്രചരണ റാലിയിലെ ജനങ്ങളുടെ സാന്നിധ്യമാണ് വീണ്ടും ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നത്. TMCയുടെ ഉറച്ച മണ്ഡലമായ ഇവിടെ ഇത്രയധികം ജനങ്ങൾ മീനാക്ഷിയുടെ പ്രസംഗം കേൾക്കാൻ എത്തിയത് മമതയെയും അനന്തരവനെയും തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. ഒരു വശത്ത് BJP, മറുവശത്ത് CPM. എന്തായാലും മമതയ്ക്ക് ഇത് തിരിച്ചടികളുടെ നാളുകളാണ്. ആദ്യം കൂടെ നിന്ന അധികാരി സുവന്തു BJP-യിലെത്തിയതും ഇപ്പോൾ മീനാക്ഷിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ CPM-ലൂടെ ഉയർന്നു വരുന്നതും മമതയ്ക്ക് ഭാവി ശോഭനമല്ലെന്നുള്ളത് തീർച്ചയാണ്. ഈ ലോക്സഭയിൽ മീനാക്ഷി മത്സരിക്കാത്തതും വരുന്ന നിയമസഭയിൽ പാർട്ടിയെ നയിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതും മമതയ്ക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും നശിച്ചുപോയെന്ന് കരുതിയ CPM പാർട്ടി ഒരു കൂട്ടം ചെറുപ്പക്കാരിലൂടെ മുൻപോട്ട് വരുന്ന കാഴ്ച ഏകാധിപതിയെപ്പോലെ 14 വർഷമായി ബംഗാളിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മമതയ്ക്ക് ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.